നമസ്കാരം. ഞാൻ ഒന്ന് രണ്ട് ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഒന്നാമത്തത്, നാളെ നമ്മളെല്ലാ ബ്രിക്സും എടുത്ത് വെച്ച് കഴിഞ്ഞു ഇന്ന് തന്നെ. അപ്പം അതിനകത്ത് ഓർഡറൊന്നുമില്ല. നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾ അതിനകത്ത് ഏത് വേണമെങ്കിലും ഒന്ന് ഇരിക്കാം. അപ്പോൾ നാളെ അമ്പലത്തിൽ നിന്ന് തരുന്നത് പറഞ്ഞതുപോലെ ബ്രിക്സും വെള്ളവും മാത്രമാണ് തരുന്നത്. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. പാത്രവും അരിയും ഒക്കെ. അപ്പോൾ അരി കഴുകാനായിട്ട് വെള്ളം വേണമെങ്കിൽ അവർ വെള്ളം കുറച്ച് തരും. അതിന് എത്ര വെള്ളം വേണമോ അവരോട് ചോദിച്ചാൽ നിങ്ങളുടെ പാത്രത്തിൽ അവർ ഒഴിച്ച് തരും. അത് കഴിഞ്ഞിട്ട് ഗണപതിക്ക് വെക്കണമെന്ന് ഒന്ന് രണ്ടുപേരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗണപതിക്ക് വെക്കാം, വെക്കണം എന്നില്ല എന്നാണ് ആറ്റുകാലിൽ അവിടെ ഞാൻ അറിഞ്ഞത്. എന്ന് വെച്ചാൽ അങ്ങനെ മസ്റ്റല്ല, പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ആ ഒരു ഇതുണ്ടെങ്കിൽ വെച്ചോളൂ. പക്ഷേ കാറ്റുള്ളത് കൊണ്ട് ദീപം കത്തിക്കാൻ പറ്റത്തില്ല. ദീപം ഹസാർഡാണ്. എന്നുവെച്ചാൽ നാളെ ഇത്തിരി കാറ്റുമുണ്ട്. അപ്പം ദീപത്തിന് വെച്ചിട്ട് ഒരു ദീപം അവിടെ വെക്കാം, പക്ഷെ കത്തിക്കാൻ മാത്രം പറ്റത്തില്ല. ബാക്കി എന്തൊക്കെ വേണോ അതൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് അവിടെ വെക്കാൻ പറ്റും. പിന്നെ പിള്ളേർ എപ്പോഴും വേറെ ഒരാൾ നോക്കാൻ വേണ്ടി കാണണം. നിങ്ങളുടെ അടുത്ത് അവർ ഓടി വരികയോ അങ്ങനത്തെ ഒരു മീൻസ് അതൊരു ഹസാർഡ് ആയതുകൊണ്ട് അവരുടെ ഡ്രസ്സിൽ അങ്ങനെ, അതായത് അതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് നോക്കണം. പിന്നെ നിങ്ങൾ പൊങ്കാലയുടെ മുമ്പ് ചായ കുടിക്കുകയോ ജ്യൂസ് കഴിക്കുകയോ എന്തെങ്കിലും ചെയ്യാം. പൊങ്കാലയുടെ സമയത്ത് കഴിയുന്നിടത്തോളം ഒന്നും കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് കഴിക്കുകയോ ജ്യൂസ് കുടിക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. വെള്ളം വേണമെങ്കിൽ വെള്ളം ചോദിച്ചാൽ ഉള്ളവർ തരും. അത് കുഴപ്പമില്ല, വെള്ളം കുടിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് നമുക്ക് ഈ വിളക്ക് കത്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ സാധാരണ ഇപ്പോൾ ഇതാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകും. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇന്നത്തെ കാലാവസ്ഥയിൽ ഭയങ്കര കാറ്റായതുകൊണ്ട് നമ്മൾ എന്ത് വിചാരിച്ചാൽ അവരുടെ വിളക്ക് കത്തിക്കാം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതാണ് എൻ്റെ പൂജാരി ഇങ്ങനെ പൂജാരി കൊണ്ടുവരുന്നതിൽ അത് ഇങ്ങനെ അടച്ചിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ഒരു കത്തിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ക്യാംഫറുടെ ഇതിങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് മതി. പ്ലേറ്റിൽ നിങ്ങൾ 2-3 കത്തിച്ച് ഇങ്ങനെ വെക്കുവാണെങ്കിൽ ആ വിളക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനകത്തും ഇതാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ കുറേ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കത്തിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കഴിഞ്ഞിട്ട് അടുപ്പിനകത്ത് ഇങ്ങനെ ഇട്ടാൽ മതി. ഇതിനകത്തും ഇതുണ്ട്, കിണ്ടിലും ഉള്ളതുകൊണ്ട് അത് വേഗം കത്തണം. അതാണ് ഇപ്പോഴത്തേക്ക് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ വല്ല ചേഞ്ചസ് ഉണ്ടെങ്കിൽ പറയാൻ പറ്റും. പിന്നെ വേറെ അവസാനം ഫുഡ് കൊണ്ടുവന്നിരിക്കണം. ഫുഡ് മീൻസ് സ്നാക്സ്, പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട്. അത് എൽഡർലി പീപ്പിൾ ഉണ്ടെങ്കിൽ അവർക്കും എന്തെങ്കിലും വേണമെങ്കിൽ കൊണ്ടുവന്നോളൂ. 9 മണിക്കാണ് പ്രസാദം. നമുക്ക് 8:45 നൈവേദ്യം കഴിഞ്ഞിട്ടാണ് പ്രസാദം. പിന്നെ വേറെ നൈവേദ്യത്തിൻ്റെ മുമ്പ് നിങ്ങൾ ഒരു പാത്രം, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പാത്രം വരുമ്പോൾ അവിടെ നിന്ന് ഒരു സ്പൂണ് ഒരു പ്രസാദം ഇടുകയാണെങ്കിൽ അതിനെ അമ്മയ്ക്ക് കൊണ്ട് അവർ നൈവേദ്യം ചെയ്യും. പിന്നെ പൊങ്കാല പാത്രത്തിൽ നമ്മൾ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ പ്രീസ്റ്റ് വന്നിട്ട് പൂവിട്ടിട്ട് നൈവേദ്യം അമ്മയ്ക്ക് സമർപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പ്രസാദം കഴിച്ചിട്ട് പോവുക.